ഇന്ത്യൻ ഹോക്കി ടീമിൽ കാവ്യവത്കരണമെന്ന ആരോപണം ശക്തം. ലോകകപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി നീലയിൽ നിന്ന് ഓറഞ്ച് ആക്കിയതോടെ വിമർശനം ശക്തമാവുകയാണ്. ഹോക്കിയിലും കാവ്യവത്കരണമോ? ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി നീലയിൽ നിന്ന് പൂർണ്ണമായും ഓറഞ്ചാക്കിയുള്ള തീരുമാനത്തിനെതിരെ നിലവിൽ വ്യാപക വിമർശനം ഉയരുകയാണ്. മുൻ താരങ്ങളും ഒളിമ്പ്യന്മാരും വിമർശനവുമായി രംഗത്തെത്തി. ഓറഞ്ച് ജേഴ്സി ആരെയും പ്രചോദിപ്പിക്കില്ലെന്ന് മുൻ നായകനും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായ വസുദേവൻ ഭാസ്കരൻ പറഞ്ഞു. ലജ്ജാകരമായ തീരുമാനമെന്ന് മുൻ ക്യാപ്റ്റൻ വീരേൻ റാസ്ക്യൂഞ്ഞയും അഭിപ്രായപ്പെട്ടു. ജേഴ്സി മാറ്റിയാലും പാഠപുസ്തകങ്ങളിലൂടെ ചരിത്രം തിരുത്തി എഴുതിയാലും ഇവിടെയുള്ള യുവാക്കൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഓർക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി മുന്നറിയിപ്പ് നൽകി. നീല ടർഫ് അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങിയതിനാലാണ് നിറം മാറ്റമെന്നാണ് ഹോക്കി ഇന്ത്യയുടെ വിശദീകരണം. എന്നാൽ മെൻ ഇൻ ബ്ലൂ, വിമൻ ഇൻ ബ്ലൂ എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യൻ ടീമിന്റെ അസ്തിത്വം നശിപ്പിക്കുന്ന തീരുമാനം എന്നാണ് വിമർശനം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ ഐഷ മാത്യു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ, ഈ നിറം മാറ്റത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയല്ലേ നിലവിൽ നമ്മൾ സംശയിക്കേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത്? നിലവിൽ ഈ വെറുമൊരു നിറമാറ്റമായി അംഗീകരിക്കുവാനോ കാണുവാനോ ഈ ഹോക്കിയുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റ് കായിക രംഗത്തുള്ളവരോ രാഷ്ട്രീയ രംഗത്തുള്ളവരോ തയ്യാറാകുന്നില്ല. എന്തൊക്കെയാണ് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ? പറയൂ. ശ്യാമിലി, എപ്പോഴും ഇന്ത്യയെ നീലക്കടവുകൾ എന്നടക്കമുള്ള പേരുകൾ ചാർത്തിയാണ് പലപ്പോഴും കായിക ലോകത്ത് വിളിക്കാറുള്ളത്. അത് ഹോക്കി എന്ന് മാത്രമല്ല, എല്ലാത്തര കായിക ലോകത്തും നമുക്ക് നീല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അടയാളമായി തന്നെയാണ് പലപ്പോഴും കണക്കാക്കിയിരുന്നത്. അതിൽ നിന്നുള്ള ചില മാറ്റങ്ങളുടെ സൂചനയാണ് ഈ ആദ്യഘട്ടത്തിൽ എന്ന നിലയിൽ ഹോക്കി ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായും ഹോക്കിയിലെ ജേഴ്സി ഓറഞ്ച് നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ ക്രിക്കറ്റിലൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള ശ്രമം നടന്നിരുന്നു. പ്രത്യേകിച്ച് പരിശീലന ജേഴ്സി അടക്കം ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വിമർശനങ്ങൾക്ക് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് മാറ്റമുണ്ടാകുന്നത്. നേരത്തെ ഈ ഒരു കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതിന് പിന്നാലെ പലപ്പോഴായി ഈ പല ജേഴ്സികളിൽ നമ്മൾ ഈ ഓറഞ്ച് നിറം കയറുന്നത് കാണുന്നതാണ്. അങ്ങനെ ഹോക്കിയിൽ അത് പൂർണ്ണമായും അത്തരത്തിൽ ഓറഞ്ച് നിറത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ വിമർശനമായി എത്തിയിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ അടക്കം നേടിത്തന്നിട്ടുള്ള വസുദേവൻ അടക്കമുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും ഐതിഹാസിക താരങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വിമർശനമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഇത് ടീമിനെ പ്രചോദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിറമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനമായിട്ടുള്ള വിമർശനം. അതുപോലെ തന്നെ മറ്റ് മുൻ താരങ്ങളും ക്യാപ്റ്റന്മാരും ഒക്കെ വിമർശനമായി മുമ്പോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതൊരു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നല്ല നിറമല്ല എന്നുള്ളതാണ് അവരൊക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്നത്. ഇതിൽ ഈ ഒരു ഹോക്കി ഫെഡറേഷൻ, ഇന്ത്യയുടെ ഹോക്കി ഫെഡറേഷൻ പറയുന്ന വിശദീകരണമാണ് വളരെ വിചിത്രമായിട്ടുള്ളത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അതായത് വളരെ ഏറെക്കാലമായി നിലവിൽ ഇപ്പോൾ ഹോക്കി മത്സരങ്ങൾ നടക്കുന്നത് നീല ടർഫിലാണ്. അങ്ങനെ നീല ടർഫിൽ മത്സരം നടക്കുമ്പോൾ നീല ജേഴ്സിയിലുള്ള അംഗങ്ങളുടെ കോർഡിനേഷനും മറ്റും ഇതൊരു പ്രശ്നമായി മാറുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജേഴ്സിയുമായി സംബന്ധിച്ച് ഇന്ത്യൻ താരങ്ങളോടും പരിശീലകരോടും ഒക്കെ അഭിപ്രായം തേടിയിരുന്നു. അവർക്ക് മുമ്പിൽ രണ്ട് നിറങ്ങളാണ് ഫെഡറേഷൻ വെച്ചത്. ഒന്ന് മഞ്ഞ, മറ്റൊന്ന് ഈ ഓറഞ്ച് നിറം. അതിലേത് വേണമെന്നുള്ള ചോദ്യത്തിന് ഓറഞ്ച് എന്നുള്ള നിറം തിരഞ്ഞെടുത്തത് കളിക്കാർ കൂടി ചേർന്നാണ് എന്നുള്ളതാണ് ഫെഡറേഷൻ നൽകുന്ന വിശദീകരണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2020-ലും 2024-ലും ഒളിമ്പിക്സിൽ ഇന്ത്യ വെങ്കല മെഡൽ നേടുമ്പോൾ അന്ന് ഇന്ത്യ മത്സരിച്ച കോർട്ടുകളുടെയൊക്കെ തന്നെ നിറം നീലയായിരുന്നു. അന്ന് ഇന്ത്യയുടെ ജേഴ്സിയും നീലയായിരുന്നു. അന്നുണ്ടാവാത്ത എന്തു പ്രശ്നമാണ് നിലവിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ എന്തായാലും ഹോക്കി ഫെഡറേഷനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. രാഷ്ട്രീയപരമായും കോൺഗ്രസും ഇതിൽ കൃത്യമായ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധി പറയുന്നത് എങ്ങനെയാണ്: ജന്തർ മന്ദിൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. യുവത എന്താണ് ചിന്തിക്കുന്നുള്ള കാര്യം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേവലം പാഠപുസ്തകങ്ങളിൽ ചരിത്രം തിരുത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ കായിക ഇനങ്ങളിലെ ജേഴ്സിയുടെ കളർ മാറ്റിക്കൊണ്ടോ മാത്രം നിങ്ങൾക്ക് ആരെയും ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയൊന്നും വേണ്ട എന്നുള്ളൊരു താക്കീത് എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ ചർച്ചയാണ് എന്തായാലും കായിക ലോകത്തും അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്.